റഷ്യയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇറാനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമല്ല മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയാണ്. അമേരിക്കൻ ചേരി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നാണത്. റഷ്യയുടെ പരമ്പരാഗത ആയുധ കൈമാറ്റങ്ങളും ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിക്കുള്ള സഹായവും ഒരു അന്താരാഷ്ട്ര ആണവായുധ കൈമാറ്റവും ലംഘിക്കുന്നില്ലെങ്കിലും അതിന്റെ ചില ആയുധ കൈമാറ്റങ്ങളും ആണവ മേഖലയിലെ മിക്ക പ്രവർത്തനങ്ങളും ഏറെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ഇറാനുമായി തുറന്ന ആണവ സഹകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമായതിനാൽ ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയെ സഹായിക്കുന്നതിൽ വിശാലമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും റഷ്യ ഇപ്പോൾ വകവെക്കുന്നില്ല. യുക്രൈന് വൻതോതിൽ ആയുധങ്ങൾ നൽകി റഷ്യയെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് റഷ്യ ഇറാനെയും ഉത്തര കൊറിയയെയും സഹായിക്കുന്നത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നതാണ് റഷ്യൻ ഭരണകൂടത്തിന്റെ നിലപാട്. ഉത്തര കൊറിയയുമായി സൈനിക കരാറുണ്ടാക്കിയ റഷ്യ ഇറാനുമായി കൂടുതൽ ശക്തമായ സഹകരണത്തിനാണ് തയ്യാറെടുക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾക്കായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മോസ്കോയിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ചേരിയെ ഞെട്ടിച്ച ആയുധ പ്രദർശനം നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് റഷ്യൻ തലസ്ഥാനത്ത് എത്തിയതെന്നതും ശ്രദ്ധേയമാണ്. അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായി ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിച്ച് തയ്യാറായിരിക്കുന്ന ഇറാനെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ ലോകം കണ്ടത്. പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നത്. ഇറാൻ വിപ്ലവ ഗാർഡ് പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് ഈ സുപ്രധാന പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സൈനിക സന്നാഹങ്ങൾ ഇറാനും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇറാനെ ആരാക്രമിച്ചാലും വിവരമറിയുമെന്ന മുന്നറിയിപ്പ് കൂടിയാണിത്. ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ആരംഭിച്ച പൈഗംബറെ അഹസം എന്ന പേരിലുള്ള വിപുലമായ സൈനിക അഭ്യാസത്തിനിടയിലാണ് ആയുധശേഖരമായി നിർമ്മിച്ച 2 ഭൂഗർഭ നഗരങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സിനാണ് നഗരത്തിന്റെ മേൽനോട്ട ചുമതല. അത്യാധുനികമായ മിസൈലുകളും ആയുധങ്ങളുമാണ് ഇവിടെയുള്ളത്. ഇതോടൊപ്പം ഒരു നാവിക താവളവും ഇറാൻ പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. കൂടുതൽ സങ്കീർണവും ദീർഘവുമായ പോരാട്ടത്തിന് വിപ്ലവ ഗാർഡ് സജ്ജമാണെന്നാണ് ബ്രിഗേഡിയർ അലി മുഹമ്മദ് നൈനി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രൂപകൽപ്പനയിലും ശേഷിയിലും വലിപ്പത്തിലും മാത്രമല്ല ആയുധങ്ങളുടെ കരുത്തും ഉൽപാദനവുമെല്ലാം ഇറാൻ ദിനം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആയുധശേഷികളും ഇറാൻ സ്വന്തമാക്കിയിട്ടുള്ളതിനാൽ ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് മേൽക്കൈ നേടാനാകില്ലെന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നത്. ഇതിനിടെ പേർഷ്യൻ ഉൾക്കടലിൽ ഇറാൻ നാവികസേന യുദ്ധ പരിശീലനവും വ്യാപകമായി നടത്തി തുടങ്ങിയിട്ടുണ്ട്. 300 യുദ്ധ കപ്പലുകളാണ് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. 2000-ലേറെ വരുന്ന സൈനിക സിവിലിയൻ കപ്പലുകൾ ഭാഗമാകുന്ന നാവിക പരേഡും ഇതിന്റെ ഭാഗമായി നടക്കും. വിപ്ലവ ഗാർഡിനു കീഴിലുള്ള അർദ്ധ സൈനിക വിഭാഗമായ ബാസിസ് സേനയിലെ 1,10,000-ഓളം അംഗങ്ങൾ പങ്കെടുക്കുന്ന സൈനിക അഭ്യാസവും ഉടൻ ടെഹ്റാനിൽ നടക്കും. ഒരു വലിയ യുദ്ധത്തിനുള്ള സകല തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയാണ് ഇറാൻ പ്രസിഡന്റ് റഷ്യയിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്നത് അമേരിക്കൻ ചേരിയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇസ്രയേലിനെ സംബന്ധിച്ച് ചങ്കിടിപ്പാണ് വർദ്ധിക്കുന്നത്. ഗാസയിലെ വെടിനിർത്തൽ നിർദ്ദേശം പോലും ലംഘിച്ച് ആക്രമണം തുടരുന്ന ഇസ്രയേലിനെതിരെ വലിയ കലിപ്പിലാണ് ഇറാനുള്ളത്. 15 മാസത്തെ സംഘർഷത്തിന് അറുതി വരുത്താൻ അമേരിക്ക, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ ധാരണ നടപ്പാകും മുൻപ് ഇസ്രയേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ അനവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഇനി ഒരു ഒത്തുതീർപ്പും വേണ്ടെന്നും ഇസ്രയേലിനെ ആക്രമിക്കണമെന്നുമുള്ള വികാരമാണ് ഇറാൻ സൈന്യത്തിനുള്ളത്. അവർ ഇത് സംബന്ധമായി ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി വിഭാഗങ്ങളോട് ആശയവിനിമയം നടത്തിയതായും സൂചനയുണ്ട്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, സിറിയൻ പ്രസിഡന്റ് ബാഷർ അസദിന്റെ പുറത്താക്കൽ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ റഷ്യൻ പ്രസിഡന്റും ഇറാൻ പ്രസിഡന്റും ചർച്ച ചെയ്യുമെന്നാണ് ക്രെംലിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളും ചർച്ചയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ആശങ്കകളാണ്.
റഷ്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുടെ ദീർഘകാല വികസനത്തിനുള്ള ചട്ടക്കൂടായി ക്രെംലിൻ വിശേഷിപ്പിച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ പുടിനും പെസഷ്കിയാനും ഒപ്പുവെക്കുമെന്നാണ് റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനും റഷ്യയും രണ്ട് വലുതും ശക്തവുമായ രാജ്യങ്ങളെന്ന നിലയിൽ പുതിയ ലോകക്രമം രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും ഇറാനും റഷ്യയും തമ്മിലുള്ള 20 വർഷത്തെ ഉടമ്പടി ഒപ്പിടുന്നത് ഒരു രാഷ്ട്രീയ രേഖ മാത്രമല്ല, ഭാവിയിലേക്കുള്ള ഒരു റോഡ് മാപ്പ് കൂടിയാണെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചൂണ്ടിക്കാട്ടുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്ളാഡിമിർ പുടിനും മസൂദ് പെസഷ്കിയാനും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. വ്യാപാരം, നിക്ഷേപം, ലോജിസ്റ്റിക്, ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ സഹകരണത്തിനുള്ള വഴികളെക്കുറിച്ചും ഇരു നേതാക്കളും ആലോചിക്കുന്നതായും ഈ ആഴ്ച ആദ്യം ക്രെംലിൻ അറിയിച്ചിരുന്നു. ഇറാൻ, ഇന്ത്യ, അസർബൈജാൻ, റഷ്യ, മധ്യേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഗതാഗത ബന്ധം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയായ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിൽ റഷ്യയും ഇറാനും നിലവിൽ സഹകരിക്കുന്നുണ്ട്. ചരക്കുനീക്കം സുഗമമാക്കുന്നതിന് 7200 കിലോമീറ്റർ മൾട്ടി മോഡൽ ഗതാഗത ശൃംഖല സ്ഥാപിക്കാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. കപ്പൽ, റെയിൽ, റോഡ് റൂട്ടുകൾ സമന്വയിപ്പിക്കുന്നതിലൂടെ INSTC ചരക്ക് നീക്കത്തെ ഗണ്യമായി സുഗമമാക്കുകയും ഗതാഗത സമയം കുറയ്ക്കുകയും വ്യാപാര കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സൂയസ് കനാൽ പോലുള്ള പരമ്പരാഗത റൂട്ടുകൾക്ക് ഒരു സുപ്രധാന ബദലായി മാറാൻ ഈ ഇടനാഴിക്ക് സാധിക്കും. കൂടാതെ ഇത് വ്യാപാര പ്രവാഹങ്ങൾക്ക് സുരക്ഷിതവും വിശ്വസനീയവുമായ പാതയും നൽകുന്നു. റഷ്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് റഷ്യയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബറിൽ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിരുന്നു പെസഷ്കിയാൻ അവസാനമായി റഷ്യ സന്ദർശിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമീപഭാവിയിൽ സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം എന്ന തലത്തിലേക്ക് എത്തുമെന്ന് അക്കാലത്ത് തന്നെ റഷ്യ സൂചിപ്പിക്കുകയുണ്ടായി. അതാണിപ്പോൾ ശാശ്വതമാകുന്നത്. അമേരിക്കൻ ചേരിയെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് എന്തായാലും ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കും.